ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റും അന്നത്തെ മെമ്പർമാർ കൂടി പ്രതികളായി തീർന്നിരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും പത്രദ്വാര അറിഞ്ഞു കാണും എന്ന് വിചാരിക്കും. ശബരിമലയിൽ കളവ് നടക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. ശബരിമലയിൽ തീവെപ്പ് വരെ നടന്നിട്ടുണ്ട്, കളവും നടന്നിട്ടുണ്ട്. പക്ഷേ കൈയോടെ പിടിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. മുമ്പ് നടത്തിയത് കളവല്ലാത്തതുകൊണ്ടല്ല, അന്ന് ഈ രീതിയിലുള്ള അന്വേഷണ സംവിധാനം ഇല്ലാത്തതുകൊണ്ടും ഈ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും ഈ വാർത്ത മുക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയതുകൊണ്ടുമാണ് ഇത് വലിയ വിവാദമായിട്ടും വിഷയമായിട്ടും മാറിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 2019 ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സഖാവിയ പത്മകുമാർ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹസഖാക്കളും ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പിന്നെ ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുണ്ട്, ഓവർസിയറുണ്ട്. പരിശോധന നടത്താതെ ഒപ്പിട്ട് കൊടുക്കാൻ തുനിഞ്ഞ മറ്റ് യോഗ്യന്മാരുണ്ട്. തന്ത്രിയെ കൂടി പൂട്ടാൻ ഇവർ ഉദ്ദേശിച്ചു. പക്ഷേ തന്ത്രി അദ്ദേഹം ഒപ്പിടാഞ്ഞതുകൊണ്ട് പുള്ളി പ്രതിയായില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.